Hi dear friends, our next video about the stock report structure in Tally. Already predefined stock defined structure in Tally. Welcome to all our stock structure explanation. Tally provides godown facility system, categorized system, group system, stock report maintaining structure, top level godown system, categorized system, group based report system, stock item report system. We have take reports from Tally, item based all item included reports, categorized reports, stock group item reports, and godown based reports. Number of godowns we have settled in different places. We can create a number of godowns and stock store there. Then take the report. Stock items report. These report are we take in summarize report, monthly base report, register report, okay, so on. Then categorized based, group based. Gateway of Tally provide inventory information option. Display a number of options. You look there. We can see stock, group, category, stock item, godown, and so on. Here, stock category and godown options settled from F11 features settings, inventory features. Already we take the topics in previous video about the F11 inventory settings. Main structure base top level godown based report, next categorized report, next group based reports, next item based report. This is the structure level. Inventory information godown, we can create number of godown and its address, category. These are created under the primary groups. Primary section under നമ്മൾ category create ചെയ്യുന്നു. Stock under primary and category based. When you create the item entry, item created, we denote, you look the item creation screen, item name its alias and under primary, category, unit. Under group കൊടുക്കാം, category കൊടുക്കാം, unit of measures കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൊവൈഡ് യൂണിറ്റ് ഓഫ് മെഷേഴ്സ് വി ക്യാൻ യൂസ് നമ്പർ ഓഫ് യൂണിറ്റ് സിസ്റ്റം ഇൻ ടാലി. ഇൻവെൻട്രി ഇൻഫോയിൽ യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഉണ്ടോ? യൂണിറ്റ് ഓഫ് മെഷേഴ്സിൽ നമുക്ക് നമ്പേഴ്സ്, കിലോ, ഡസൺ, പാക്കറ്റ് ആൻഡ് മൾട്ടി കോമ്പൗണ്ട് സിസ്റ്റമാണ് നമ്മൾ സെയിൽ നടത്തുമ്പം. സ്പ്ലിറ്റ് അപ്പ് സെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സിസ്റ്റം യൂണിറ്റ് മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ടാലി പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരെണ്ണമാണ് റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ മിനിമം സ്റ്റോക്ക് കീപ്പ് ഇൻ അവർ ഗോഡൗൺ. ഈച്ച് ഐറ്റംസ് മിനിമം ലെവൽ, റീഓർഡർ ലെവൽ. ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും മിനിമം സ്റ്റോക്ക് ലെവലിനേക്കാൾ കൂടുതൽ രീതിയിലായിരിക്കണം നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഓർഡർ ലെവൽ പർച്ചേസ് ഓർഡറിന് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ആ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുന്നത് 2 മെത്തേഡ്സിലാണ്. സിമ്പിൾ ഓർഡർ ലെവലും അഡ്വാൻസ്ഡ് റീഓർഡർ ലെവലും. അഡ്വാൻസ്ഡ് റീഓർഡർ ലെവലിനും മിനിമം സ്റ്റോക്ക് ലെവലുണ്ട്. റീഓർഡർ ലെവൽ സിമ്പിൾ റീഓർഡർ ലെവലിനും മിനിമം സ്റ്റോക്ക് ലെവലുണ്ട്. റീഓർഡർ ലെവൽ സെറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നമ്മളെ കയ്യിലിരിക്കുന്ന യൂണിറ്റ് മിനിമം ലെവലിനേക്കാളും സ്റ്റോക്ക് കുറവാണെങ്കിലും റീഓർഡർ ചെയ്യുമ്പോൾ മിനിമം ലെവലിനേക്കാൾ കൂടി വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ. അഡ്വാൻസ്ഡ് റീഓർഡർ ലെവലിനകത്ത് നമുക്ക് കൂടുതൽ ഓപ്ഷൻസുകളുണ്ട്. ഇത് നമ്മൾ അഡ്വാൻസ്ഡ് ഓർഡർ ലെവലാണ്. നെയിം ഓഫ് ഐറ്റം, ഐറ്റം ബേസിൽ നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ഗ്രൂപ്പ് ആണെങ്കിലും ഐറ്റം ആണെങ്കിലും. അത് കഴിഞ്ഞാൽ അതിൻ്റെ റീഓർഡർ ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്ന് മുതൽ എത്ര വരെയാണ് നമുക്ക് അതിന് ക്രൈറ്റീരിയ കൊടുക്കാം. മിനിമം റീഓർഡർ ലെവലുണ്ട്. അഡ്വാൻസ് പാരാമീറ്റേഴ്സ്, കൺസപ്ഷൻ പീരീഡ് ഉണ്ട്, അത് നമുക്ക് ഫില്ല് ചെയ്യാം. സിമ്പിൾ റീഓർഡർ ലെവലാണ് ഇവിടുന്ന്. സിമ്പിൾ റീഓർഡർ ലെവലാണ്. റീഓർഡർ ലെവൽ, മിനിമം ലെവല്, അതിൻ്റെ പീരീഡ്സും സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ നമ്മൾ റീഓർഡർ ലെവലും പിൻവൻ ലെവലും സെറ്റ് ചെയ്യുന്ന ഇതാണ് നമ്മൾ അവിടെ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ വൗച്ചർ ടൈപ്സ് ആണ്. ഇൻവെൻട്രി ഇൻഫോയിലേക്ക് വൗച്ചർ ടൈപ്സ്, നമുക്ക് ഏതെങ്കിലും വൗച്ചറിൻ്റെ നമ്പർ സിസ്റ്റം മാറ്റണം, ഓട്ടോമാറ്റിക് നമ്പർ മാറ്റി നമുക്ക് നമ്പർ സിസ്റ്റം സെറ്റ് ചെയ്യണം കോഡ് ബേസിൽ. അത് മന്ത്ലി ആണോ ഇയർലി ആണോ, ആ ഓരോ മന്തിനും മന്തിൻ്റെ നമ്പരൂടെ പേരുകൊണ്ട് ഫസ്റ്റ് ലെറ്റർ കൂടി ആഡ് ചെയ്ത് പ്രിഫിക്സ് ചെയ്തോ സഫിക്സ് ചെയ്തോ ഒക്കെ നമുക്ക് കോഡ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വൗച്ചർ ടൈപ്സ് എടുത്തിട്ട് വൗച്ചർ ടൈപ്സിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. വൗച്ചർ ടൈപ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയത് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പഴയത് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വൗച്ചർ ഇൻവെൻട്രി ഇൻഫർമേഷനായാലും അക്കൗണ്ട് ഇൻഫർമേഷനായാലും എല്ലാ വൗച്ചറും കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻവെൻട്രിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ കോൺട്രാ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വൗച്ചർ നെയിം, അതിൻ്റെ അലിയാസ്, ജനറൽ വൗച്ചറാണ് കോൺട്രായുടെ അബ്രിവിയേഷൻ, മെത്തേഡ്സ് വൗച്ചർ നമ്പറിങ് ഉണ്ട്, ഓട്ടോമാറ്റിക്. ഇവിടെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് കൊടുത്തിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അഡ്വാൻസ് കൊണ്ട് മാനുവൽ നമ്പർ കൊടുക്കാം, നമ്പർ വേണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാം, അത് നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് നമ്പർ കൊടുത്ത് അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ വിൻഡോ പ്രൊവൈഡ് ചെയ്യും ടാലി. ഇവിടെ നമുക്ക് ഇയർലി ആണോ ഫസ്റ്റ് ഏപ്രിൽ മുതൽ ഏതെങ്കിലും മാസം വരെ മതിയെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോ മാസത്തിനും ഇട്ട് നമുക്ക് സ്റ്റാർട്ടിങ് നമ്പർ അവിടെ കൊടുക്കാം. അതിനെ പ്രിഫിക്സ് ചെയ്യേണ്ടതും സഫിക്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള കോഡുകൾ ഇവിടെയുണ്ട്, അതും നമുക്കിവിടെ സെറ്റ് ചെയ്ത് ചെയ്യാം. എന്ന് മുതൽ എന്ന് വരെ, ഏപ്രിലാണ് AP എന്ന് കൊടുക്കുക, മാർച്ചിലാണ് M എന്ന് കൊടുക്കുക, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കോഡിട്ട് നമുക്ക് ഓരോ വൗച്ചറിൻ്റെ നമ്പറുകൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. 12 മാസത്തെ, അപ്പം അതനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാം ഏത് വൗച്ചറാണെന്ന്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വൗച്ചറിൻ്റെ ഡേറ്റ് സെറ്റിംഗ്, മേക്ക് ഓപ്ഷണൽ വൗച്ചർ വേണോ വേണ്ട, നമുക്ക് ഒബ്സർവേഷൻ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി, കോമൺ നറേഷൻ, പിന്നെ പ്രിൻറ്റ് സെറ്റിങ്സ് ആണ്. അത് കഴിഞ്ഞ് പ്രിൻറ്റ് ആഫ്റ്റർ സേവിങ് വൗച്ചർ, സേവ് ചെയ്ത ഉടൻ പ്രിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടാക്കും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എഡിഷനൊക്കെ കഴിഞ്ഞ ശേഷം പ്രിൻ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി സെറ്റിങ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഹലോ, വാച്ച് യു ഓൾ വീഡിയോസ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, ബൈ.